ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സജിത ഭാസ്കർ വ്ലോഗ്സ്. അപ്പൊ ഇന്നിപ്പോ ഞങ്ങള് അച്ഛന്റെ കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് ഉദ്ഘാടനമായിട്ട് വലിയ ചടങ്ങ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങള് കുറച്ച് റിലേറ്റീവ്സും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ വെച്ചാൽ ഷിഫ്റ്റ് ചെയ്യാണ്, പുതിയതായിട്ട് തുടങ്ങുന്നല്ലോ. അപ്പൊ കട ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ സ്വന്തം സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ അത് അവിടെ നിന്നുള്ള തിരക്ക്, രാവിലെ ഒന്ന് ഗണപതി ഹോമൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ഗണപതി ഹോമം കഴിഞ്ഞു, പിന്നെ ഉദ്ഘാടനത്തിന്റെ സമയം കഴിഞ്ഞിട്ട് ആദ്യത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞ് അതിന്റെ ആ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പരിയാനപ്പറ്റക്കാവിൽ പോയിട്ട് തൊഴുതിട്ട് വരികയാണ്. അപ്പൊ എല്ലാ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിയുന്നതും പരിയാനപ്പറ്റക്കാവിൽ എല്ലാ പ്രാവശ്യം നിർബന്ധമായിട്ട് ഞാൻ പോയി തൊഴും കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയിട്ട് തൊഴുതിട്ട് വരികയാണ്. കുറച്ച് വൈകി പോയി ഇതിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഇന്ന് തന്നെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരും. ഞാൻ ഇതിന്റെ കുറച്ച് അച്ഛന്റെ കടയുടെ ഷോപ്പിന്റെ ഉദ്ഘാടനവും ഗണപതി ഹോമത്തിന്റെ ക്ലിപ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നിപ്പോ ഞങ്ങള് അച്ഛന്റെ കട ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഇന്നലെ ഗുരുവായൂരിന്ന് വരുമ്പോ തന്നെ. അപ്പൊ രാവിലെ ഇപ്പൊ ഗണപതി ഹോമമാണ് കടയില്. അപ്പോൾ അവിടെ തിരുമേനിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗണപതി ഹോമത്തിന്. അപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. അമ്മയും അച്ഛനൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞു രാവിലെ. അമ്മയും അച്ഛനും ഏട്ടനൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ മൂന്നാൾ അങ്ങോട്ട് പോകാനുള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇറങ്ങും. അപ്പം നമുക്ക് ഇറങ്ങാം. ഇരിക്കുന്നു എന്നാൽ ഇങ്ങോട്ട് അപ്പം എന്താ ഗണപതി ഹോമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരോടും തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. തിരുമേനി വന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അതിയൊക്കെ എല്ലാ ഭാഗത്തു കൂടി നമ്മൾ മൊത്തം ചന്ദനത്തിരിയൊക്കെ കാണിക്കാൻ വേണ്ടി പറയുകയാണ്. സാമ്പ്രാണിയൊക്കെ കത്തിച്ചതെല്ലാം കാണിച്ചിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുകയാണ്. അപ്പം അച്ഛൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തിരുമേനി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് വിളക്കൊക്കെ കത്തിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു. കുറച്ച് നമുക്ക് ഒരു 9 മണിക്കാണ് കേട്ടോ ഫസ്റ്റ് ആദ്യമായിട്ട് കച്ചവടം ചെയ്യാൻ 9 മണിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഗണപതി ഹോമത്തിൻ്റെ സ്ഥലം വേണ്ടതുകൊണ്ട് തന്നെ ഇവിടെ സാധനങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് നമ്മളുടെ തൊട്ടടുത്ത റൂമിൽ തന്നെ എല്ലാ സാധനങ്ങളും അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ട് സെറ്റ് ചെയ്യാണ്. ഉണ്ണി അപ്പം കൂടി എല്ലാം അവിടെ നിന്ന് എടുത്ത് കൊടുത്തിട്ട് എല്ലാതും അടുക്കി വെക്കുകയാണ്. ഉണ്ണി അപ്പവും ഏട്ടനും എല്ലാവരും കൂടിയാണ് ചെയ്തത് കേട്ടോ. ഞങ്ങളെല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം, എല്ലാ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം, എല്ലാം കുറേ ജോലികളുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളെല്ലാവരും കൂടി ചെയ്യാണ്. കാരണം 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് ആരെങ്കിലുമൊക്കെ വരും, കാരണം ആളുകൾ വരും. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനും വരും. പിന്നെ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അച്ഛൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടിയിട്ട്. അതേപോലെ ചെറിയമ്മയും ചെറിയച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമുക്കത് ഒതുക്കി സാധനങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കും കുറച്ച് നേരം അവിടെ നിൽക്കാമല്ലോ. അപ്പോഴേക്ക് വേഗം ഒരുക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയാക്കിയിട്ട് വെക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയത്ത് പണികൾക്ക് ശേഷം എല്ലാ സാധനങ്ങളും ഒരുവിധം സെറ്റാക്കി അപ്പോഴേക്കും സമയം 9 മണി ആവാനായി. 9 മണി ആയപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയമ്മയും ചെറിയച്ഛനും അവിടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് സന്തോഷം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകളോട് പറഞ്ഞവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വന്നു. നമ്മളപ്പോൾ ഫസ്റ്റ് 9 മണിക്ക് തന്നെ കച്ചവടം എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ തന്നെ ഫസ്റ്റ് കൈനാട്ടൊക്കെ കൊടുക്കുകയാണ് അച്ഛന് കച്ചവടത്തിന് വേണ്ടിയിട്ട്.
അങ്ങനെ ഞങ്ങൾ രാവിലത്തെ കടയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പരിയാനമറ്റ കാവിൽ തൊഴുകാൻ പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ പ്രസിദ്ധമായ സിനിമയില്ലേ ദേവാസുരം, ആ ദേവാസുരം ഷൂട്ട് ചെയ്തിട്ടുള്ള കാവാണ് കേട്ടോ പരിയാനമറ്റ കാവ്. അപ്പോൾ ഈ നേരെ കാണുന്ന നടയൊക്കെ ഉണ്ടല്ലോ, വടക്കേ നട, അവിടുത്തെ ആ സീനുകളൊക്കെ ഗംഭീരമാണ്. നമുക്കതൊക്കെ സിനിമയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ഭാഗത്തൊക്കെ രേവതിയെ തട്ടിക്കൊണ്ട് പോണ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമൊക്കെയാണിത്. ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് പാട്ട് തുടങ്ങാനായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണല്ലോ എത്തിയത്. അപ്പോൾ നമ്മളുടെ കാവിൽ ദാരികാവതം പാട്ടുണ്ട്. ദാരികാവതം പാട്ട് ഷീട്ടാക്കി കഴിഞ്ഞാൽ കുറുപ്പ് പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചപ്പാട് വന്നിട്ട് ഈ ഷീട്ടാക്കിയ ആൾക്കാർക്കൊക്കെ കൽപ്പന തരും. നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കൽപ്പന വെളിച്ചപ്പാട് ഇങ്ങനെ പറയും. അത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഭഗവതി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് ഭഗവതിക്ക് പറയാനുള്ളത് വെളിച്ചപ്പാട് നമ്മളോട് പറയുന്നു. ഭഗവതിയെ പ്രതിനിധീകരിക്കുന്ന ആളായിട്ടാണ് വെളിച്ചപ്പാടിനെ നമ്മൾ കണക്കാക്കുന്നത്. അതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളാണ് കേട്ടോ. ഇവിടെ കണ്ടോ എന്ത് രസമല്ലേ, ഒരുപാട് പ്രാവുകളുണ്ട് കേട്ടോ. പ്രാവുകൾ ഇങ്ങനെ ഫുള്ള് പറന്നിങ്ങനെ വന്നിരിക്കുകയാണ്, ആ അമ്പലമുറ്റത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന ചെറിയ കുട്ടികളൊക്കെ പ്രാവിൻ്റെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ പ്രാവ് ഒന്നാകെ പറന്നു പോവാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ദിവസത്തിൽ ഇന്ന് അച്ഛൻ്റെ ഷോപ്പ് ഉദ്ഘാടനമായിരുന്നു. ആ ഉദ്ഘാടനം കഴിഞ്ഞു, ഗണപതി ഹോമം കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കാവിലേക്ക് തൊഴാൻ വന്നതാണ് കേട്ടോ. തൊഴുതു, ഇനി തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.